നമുക്കറിയാം, കണ്ണൂരിൻ്റെ പ്രത്യേകത അറിയാം. നമ്മൾ എന്തിനാണ്, അല്ലെങ്കിൽ 24 എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു ഉദ്യമത്തിൻ്റെ പിന്നാലെയാണ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ, നമുക്കെല്ലാം അറിയുന്നത് പോലെ, മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാകുന്ന 24-ൻ്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആ 40 വർഷത്തിൻ്റെ ഒരു പിൻബലത്തിൽ ഒരു വലിയ ഉദ്യമത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് അവസാനിക്കുന്ന ഒരു കേരള യാത്ര SKN 40 എന്ന പേരിൽ 24 സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ണൂരിൽ ഇപ്പോൾ പാനൂരിൽ എത്തിയിരിക്കുന്നത്. ലഹരി വിരുദ്ധ യാത്രയാണ്. ലഹരിക്കും അക്രമത്തിനുമെതിരെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഒരുപാട് കേസുകൾ, അതിനെതിരെ അക്രമങ്ങൾക്കെതിരെയാണ് ഈ യാത്ര. അതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര നടത്തുന്നത്. ഇപ്പോൾ 13ാമത്തെ ജില്ലയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അതെ പ്രജിൻ, ഒരുപക്ഷെ ഈ യാത്ര നമ്മളൊരു യാത്രയിലാണ്. ആ യാത്ര ലഹരിക്കെതിരെയാണ്. MDMA-കാരനെ ഇവിടെ നിന്നും കെട്ടിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ്. പാനൂരിനെ കുറിച്ച് പറയുമ്പോൾ, പാനൂര് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓർക്കേണ്ട ഒരു പഴയ പൊതുപ്രവർത്തകനുണ്ട്. അത് PR കുറുപ്പാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ട ആളാണ്. നമ്മുടെ പ്രിയപ്പെട്ട MLA മോഹനേട്ടൻ്റെ പിതാവാണ്. മോഹനേട്ടനേക്കാളൊക്കെ മികച്ച രാഷ്ട്രീയ നേതാവാണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആ രീതിയിൽ ഇടപെട്ടിരുന്ന ഒരാളാണ്. ആ ജനറേഷനിൽ, ആ തലമുറയ്ക്ക് നേതൃത്വം നൽകിയ PR കുറുപ്പ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു വിദ്യാലയമാണ്. അദ്ദേഹം ഒരു മികച്ച പോരാളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോരാട്ടം ഇനി ലഹരിക്കെതിരെയാണ്, MDMA-ക്കെതിരെയാണ്, ബ്രൗൺ ഷുഗറിനെതിരെയാണ്, കഞ്ചാവിനെതിരെയാണ്. കാരണം നമ്മുടെ യുവത്വത്തെ അത് നശിപ്പിക്കുകയാണ്. ആ നശീകരണ ശക്തിയോട് നമ്മൾ വിട ചൊല്ലാൻ വേണ്ടിയാണ് SKN. ഒരുപക്ഷെ നമ്മൾ ഈ യാത്രയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലപ്പുറത്തും പാലക്കാടൊക്കെ ചുട്ടുപൊള്ളുന്ന ടെമ്പറേച്ചറാണ്. ഈ ഏപ്രിൽ മാസത്തെ ചൂട്, വിഷുവിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം. പക്ഷേ ആ സമയത്താണ് 65 വയസ്സ് പ്രായമായ 40 വർഷം മാധ്യമരംഗത്ത് പൂർത്തീകരിച്ച ശ്രീകണ്ഠൻ നായർ ഈ വെയിലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന് 103 ഡിഗ്രി 104 ഡിഗ്രി പനിയുള്ള ദിവസവും അദ്ദേഹം മലപ്പുറത്ത് ജനങ്ങൾക്കിടയിലായിരുന്നു. അത് ലഹരിക്കെതിരായ ഒരു പോരാട്ടം പ്രഖ്യാപിച്ചുള്ള യാത്രയാണ്. ഇത്തരമൊരു യാത്രയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്, ഒരു ദിവസം രാവിലെ 7 മണിക്ക് നമ്മുടെ ഗുഡ് മോർണിംഗ് വിത്ത് SKN ആരംഭിക്കും. 10 മണി വരെ, ചില ദിവസം 10:30 വരെ ഇതിങ്ങനെ വായിച്ചു പോകുന്നതിനിടയിൽ 14 കൊലപാതകങ്ങൾ അദ്ദേഹം വായിക്കുന്നു. ആദ്യത്തെ 7:10 കൂടി ഒരു കൊലപാതകത്തിൻ്റെ വാർത്ത വായിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് വീണ്ടും കൊലപാതകങ്ങൾ അടുത്തു വരുന്നു. 2 പേരെ ഒരുമിച്ച് കൊലപ്പെടുത്തി. അത് ലഹരിയെ തുടർന്നായിരുന്നു കൊലപാതകം എന്നുള്ളത്. അങ്ങനെ നിരവധി അക്രമങ്ങളും ഈ ലഹരിയെ തുടർന്നുള്ള കൊലപാതകങ്ങളും വായിച്ച് അദ്ദേഹം അന്ന് സ്റ്റുഡിയോയിൽ നിന്നും തീരുമാനിച്ചതാണ് ലഹരിക്കെതിരെ തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്ക് ഒരു യാത്ര. ആ യാത്രയുടെ തുടർച്ച എന്നോണമാണ് നിർണായകമായ പോരാട്ടവീര്യമുള്ള കളരിയുടെ, അതുപോലെ വായനശാലകളുടെ, ഗ്രന്ഥാലയങ്ങളുടെ ആ നാട്ടിലേക്ക്, തിറകളുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ശ്രീകണ്ഠൻ നായർ അല്പസമയത്തിന് കൂടി എത്തും. അതിനു മുമ്പുള്ള പരിപാടികളാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ജനപ്രതിനിധികളെയൊക്കെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. ആദ്യം ഞാൻ വിളിക്കാം. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട മോഹനേട്ടൻ എൻ്റെ ഒരു കുടുംബാംഗത്തെ പോലെയുള്ള ഒരു കുടുംബ സുഹൃത്താണ്. ആദരണീയനായ കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹൻ MLA ക്ഷണിക്കുന്നു. വെൽക്കം വെൽക്കം വെൽക്കം. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. KP ഹാഷിം, പാനൂർ നഗരസഭ അധ്യക്ഷൻ. പാനൂർ നഗരസഭയുടെ അധ്യക്ഷൻ KP ഹാഷിം വേദിയിലേക്ക്. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും. നല്ലൊരു കൈയ്യടി കൊടുക്കോ. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് നമ്മളോടൊപ്പം, K. ലത. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ്. പാനൂരിനോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K. ലതയെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മുടെ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി ശീതളകുമാരി ഇവിടെയുണ്ട്. ടീച്ചറെ ബഹുമാനപൂർവ്വം വേദിയിലേക്ക് വിളിക്കുന്നു. പ്രജിൻ, എനിക്കൊരു സ്വകാര്യ കാര്യം പറയാം. ഈ വിദ്യാലയത്തിലെ ആദ്യത്തെ പ്രിൻസിപ്പൾ എൻ്റെ വലിയമ്മയായിരുന്നു, NK സാവിത്രി ടീച്ചർ. മോഹനേട്ടനെയൊക്കെ പഠിപ്പിച്ച ആളാണ്. അപ്പം പ്രിൻസിപ്പൾ അങ്ങയുടെ MC സുമാരൻ മാഷും വല്യച്ഛനും ഇവിടുത്തെ പ്രധാനപ്പെട്ട അധ്യാപകനായിരുന്നു. അപ്പോൾ ടീച്ചർ സ്വാഗതം. നമുക്കിനിയും വിവിധ സംഘടനാ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പ്രതിനിധികൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അവരൊക്കെ വേദിയിലേക്ക് വിളിക്കുകയാണ് പെട്ടെന്ന്. V. സുരേന്ദ്രൻ മാസ്റ്റർ, രവീന്ദ്രൻ കുന്നോത്ത്, VP സുരേന്ദ്രൻ മാസ്റ്റർ, KP യൂസഫ്, KV റംല ടീച്ചർ, മുൻ പാനൂർ നഗരസഭാ അംഗം കൂടിയാണ്. എല്ലാവരെയും വിളിക്കുന്നു. SKN എന്ന് നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്ന ആർ ശ്രീകണ്ഠൻ നായർ തലശ്ശേരി ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരും. അപ്പം നിങ്ങൾക്ക് കുറേ മണിക്കൂറുകളായി അക്ഷമയോടെ കാത്തിരിക്കുന്നത്
അദ്ദേഹത്തിന് വേണ്ടിയാണ് നമുക്കറിയാം. അദ്ദേഹം ഇങ്ങോട്ടുള്ള യാത്രയിലാണ്. ഏതാണ്ട് ഒരു 5-10 മിനിറ്റിനകം ഇവിടെ എത്തിച്ചേരും. SKN ആർ ശ്രീകണ്ഠൻ നായർ നമുക്കൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ SKN നിങ്ങളുമായി സംവദിക്കും. നമുക്ക് ചടങ്ങിലേക്ക് കടക്കാൻ മുമ്പ് 3 പേരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPM നേതാവ് P. കുമാരൻ, NCP പ്രതിനിധി ശ്രീ ശിവപ്രസാദ്, ഒപ്പം പാനൂർ പ്രസ് ഫോറം പ്രസിഡന്റ് KK സജീവ് കുമാർ, ഇവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി ചടങ്ങിനെ സ്വാഗതം ഔപചാരികമായി അർപ്പിക്കാനായി മുനിസിപ്പൽ ചെയർപേഴ്സൺ പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിമിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായരെ പാനൂരിൻ്റെ പൗരാവലിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് യാത്രകൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ പൊതുവഴിയിൽ കൂടി രാഷ്ട്രീയ സംഘടനകൾ നടത്തിയ യാത്രകളുണ്ട്, മത സംഘടനകൾ നടത്തിയ യാത്രയുണ്ട്. അതിനപ്പുറത്ത് പല രീതിയിലുള്ള യാത്രകളും നമ്മൾ കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ മാധ്യമ രംഗത്ത് 24-ൻ്റെ ഫ്ലവേഴ്സ് 24-ൻ്റെ ചീഫ് എഡിറ്ററായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്ന ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ രംഗത്ത് 40 വർഷം പിന്നിടുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലെ ഒരു അതിഥിയായി, നമ്മുടെ കുടുംബത്തിലൊരു അംഗമായി വാർത്താ ചാനലുകൾ നമ്മൾ തുറക്കുമ്പോൾ ശൈലി കൊണ്ടും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശ്രീകണ്ഠൻ നായർ നമ്മോടൊപ്പമുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും പ്രസക്തമായ വർത്തമാനകാലം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രസക്തമായൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അത് വാർത്താ ചാനലുകൾക്ക് പ്രത്യേക രീതിയിലുള്ള റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഒന്നുമല്ല. നമ്മൾ കുറച്ചു കാലമായി ഒരു വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. ലഹരി എന്ന് പറയുന്ന വിപത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ആ പോരാട്ടം ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷേ ഒരു ചാനൽ, ആ ചാനലിൻ്റെ ചീഫ് എഡിറ്റർ 40 വർഷം മാധ്യമ രംഗത്ത് പിന്നിടുമ്പോൾ അദ്ദേഹം ഒരു കേരള യാത്ര നടത്തുകയാണ്. ആ കേരള യാത്ര എന്ന് പറയുന്നത് നമ്മളൊക്കെ എന്തിനെതിരെയായിരുന്നു ഒരു പോരാട്ടം ഏറ്റെടുത്തിരിക്കുന്നത്, ആ പോരാട്ടത്തെ ഏറ്റവും അർത്ഥവത്താക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ ഒരു കേരള യാത്ര നടത്തുമ്പോൾ അദ്ദേഹം പിന്നിട്ട വഴികളിലൊക്കെ നമ്മളത് കണ്ടു. ജനം അത് ഏറ്റെടുത്തിരിക്കുകയാണ്, കുടുംബം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ 1.5 മാസം മുമ്പ് തിരുവനന്തപുരത്തെ വെഞ്ഞാറമ്മൂട്, ആ വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കുടുംബം 3 മണിക്കൂർ കൊണ്ട് വ്യത്യസ്ത കുടുംബത്തിലെ 5 പേരെയാണ് ഇല്ലാതാക്കിയത്. അഫാസ് എന്ന് പറയുന്ന 23 വയസ്സുകാരൻ താൻ പ്രണയിച്ച ഫർസാനെ അടക്കമുള്ള, അതോടൊപ്പം അഫാസിന്റെ കുടുംബം, മാതാപിതാക്കൾ, ഫർസാനയുടെ മാതാപിതാക്കൾ, താൻ ഏറ്റവും സ്നേഹിക്കുന്ന കൊച്ചനുജൻ, താൻ കിടക്കുമ്പോൾ പുതപ്പിനടിയിലും താൻ കൊണ്ടുപോകുമ്പോൾ കൈപിടിച്ചും താൻ കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം വാരിക്കൊടുത്തും കല്യാണ വീടിലായാലും സൽക്കാര വീടുകളിലായാലും ചേർന്ന് നിൽക്കുന്നിടത്തും ഇരിപ്പിടങ്ങളിലുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവനായി കൊണ്ടു നടന്ന കൊച്ചനുജനെ പോലും ഇല്ലാതാക്കിയത് ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് നാം കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ആളുകൾ അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് കോഴിക്കോട് ഒരു മാതാവിനെ ഇല്ലാതാക്കിയത് നമ്മൾ കണ്ടത്. കൊച്ചുമകൻ, പ്രിയപ്പെട്ട മകൻ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി വാക്കത്തി എടുത്തുകൊണ്ടുവന്ന് അത് തേങ്ങ പൊതിക്കാനാണെന്ന് പറയുന്നു. അങ്ങനെ തന്നെ സ്നേഹിച്ച, ലാളിച്ച, അത്രമാത്രം വാത്സല്യത്തോടുകൂടി തൻ്റെ ഓരോ വളർച്ചയും സന്തോഷത്തോടുകൂടി കണ്ട ഒരു മാതാവിനെ
തൊട്ടപ്പുറത്തുള്ള വാക്കത്തി എടുത്തുകൊണ്ടുവന്നാണ് ഇല്ലാതാക്കിയത്. അങ്ങനെ ഇല്ലാതാക്കി കേരളത്തിന്റെ പൊതുസമൂഹം അത്രമാത്രം ആശങ്കയോടുകൂടി കാണുമ്പോഴാണ് വർത്തമാനകാലം എന്താണോ ഏറ്റെടുക്കേണ്ടത് അത് ഏറ്റെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ 40 വർഷമായി ആഴങ്ങളിലുള്ള ബന്ധമുണ്ടാക്കിയിട്ട് നമുക്കറിയാം. ഉണർവിനും ഉന്മേഷത്തിനും എന്ന് പറയുന്നത് നമ്മളൊക്കെ അങ്ങനെ തോന്നുമ്പോൾ ശ്രീകണ്ഠൻ നായരെയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് ചിന്തിക്കുക. അത്രമാത്രം വർത്തമാന ചാനലുകളിൽ ലൈവായി നിൽക്കുന്ന പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായർ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ്. കാലികമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മാധ്യമ രംഗത്ത് ദീപക് ധർമ്മടം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ നാടുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ്. 24-ന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ മാധ്യമ രംഗത്ത് മികച്ച അന്വേഷണാത്മക റിപ്പോർട്ടർ, ബ്രേക്കിംഗ് വാർത്തകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ഒരുപാട് അവാർഡുകൾ നേടിയ ദീപക് ധർമ്മടം ഈ നാടുമായി ബന്ധപ്പെട്ട് പാനൂരുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ പ്രജിൻ സി കണ്ണൻ 24-ന്റെ ഡെസ്ക് ചീഫ് ആണ്. ഗായകനായ മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. പയ്യന്നൂര് സ്വദേശിയാണ്. അങ്ങനെ ഈ പറയുന്ന 24-ന്റെ എല്ലാ തലത്തിലും മികച്ച അവതാരകരായി നിൽക്കുന്ന ആളുകളാണ് ഈ ഫ്ലോറിന് ഒപ്പമുള്ളത്. പ്രിയപ്പെട്ട ജനകീയ MLA ഉണ്ട്, കൂത്തുപറമ്പിന്റെ നിയോജക മണ്ഡലം MLA KP മോഹനൻ അവറുകളുണ്ട്. എല്ലാവരെയും വർത്തമാനകാലത്ത് നമ്മൾ ഏത് വിഷയമാണോ ഏറ്റെടുക്കേണ്ടത് അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് അക്രമത്തിനെതിരെ എൻ്റെ കേരളം എൻ്റെ അഭിമാനം കേരള യാത്ര മാർച്ച് ഏപ്രിൽ മാസം ഈ 2025 തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോൾ അരുത് അക്രമം, ലഹരി, ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്ക് വിരാമം വിടണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. ആ ദൗത്യം ഏറ്റെടുത്ത പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ നായരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാനൂരിൻ്റെ പൗരാവലിക്ക് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ദീപക് ധർമ്മടമുണ്ട്, പ്രജിനുണ്ട്. ദീപക് ധർമ്മടത്തെ സ്നേഹാദരം പ്രിയപ്പെട്ട MLA അദ്ദേഹത്തിന് ഷാൾ അണിയിക്കുകയാണ്. 24-ന്റെ ഡെസ്ക് ചീഫ് ആണ് പ്രജിൻ സി കണ്ണൻ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും സ്നേഹാദരവും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി കൂത്തുപറമ്പിൻ്റെ ജനകീയ MLA KP മോഹനൻ അവരുടെ സ്നേഹാദരവും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. 24 ന്യൂസ് ചാനലിൻ്റെ ചീഫ് എഡിറ്ററും കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രിയങ്കരനായ ശ്രീകണ്ഠൻ നായർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ KP ആഷിയും, പഞ്ചായത്ത് പ്രസിഡന്റ് ലത അടക്കമുള്ള വേദിയിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാറ്റിലുമുപരി ഇവിടെ ആയോധന കലയിൽ നമുക്ക് വളരെ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ച മറ്റ് സുഹൃത്തുക്കളെ, സ്നേഹം നിറഞ്ഞവരെ, കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിപത്തുകളെ കണ്ടറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് പത്രധർമ്മം എന്ന പേരിൽ, മാധ്യമധർമ്മം എന്ന പേരിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ 40-ാം വർഷമാണ്. ആ 40 വർഷവും അദ്ദേഹം കണ്ടറിഞ്ഞതും നേരിട്ടതും അദ്ദേഹത്തെ നേരിട്ടതും ഒക്കെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ തന്നെ നമുക്കറിയാവുന്നതുമാണ്. ചാനലുകൾ കാണാത്തവരായിട്ട് വളരെ ചുരുക്കമാണ്, വാർത്തകൾ കേൾക്കാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കമാണ്. ഇതൊക്കെ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ കാർന്നുകൊണ്ടിരിക്കുന്ന ഹിംസയും അതോടൊപ്പം തന്നെ എല്ലാറ്റിലുമുപരി നമ്മുടെ കൊച്ചു മക്കളെ അടക്കം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന, ഇവിടെ നമ്മുടെ ആശയം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എണ്ണിയാൽ തീരാത്ത ഇന്നലെയും മെഞ്ഞാന്നുമായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ദിവസങ്ങളെ ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി എന്തായാലും നമുക്ക് വേണ്ട. നമ്മുടെ ജീവിതമാണ് നമ്മുടെ ലഹരി. ആ ലഹരിയെ എങ്ങനെ നന്നാക്കാൻ സാധിക്കുക? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അതിന് വേണ്ടത് നമ്മുടെ കുട്ടികളെ
കായിക രംഗത്ത്, കലാരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത് കുട്ടികളെ അതിനുവേണ്ടി ഇറക്കുക. അത് വളരെ നല്ല കാര്യമാണ്. എല്ലാത്തിൽ നിന്നും മറന്നുപോകും. കായിക രംഗത്തും കലാരംഗത്തും കുട്ടികൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ട് വിദ്യാലയങ്ങളിലൊക്കെ തന്നെ സ്പോർട്സ് കിറ്റും വായിക്കാനുള്ള പുസ്തകങ്ങളും ഒക്കെ തന്നെ കൊടുത്തുകൊണ്ട് കുട്ടികളെ ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു വിദ്യാലയത്തിലൊരു കളിസ്ഥലം, അതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. 147 വിദ്യാലയമുണ്ട് കേരളത്തിൽ. 147 ഈ മണ്ഡലത്തിൽ ഈ 147 വിദ്യാലയത്തിലും ഒരു കളിസ്ഥലം ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. 2-3 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കുകയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ കുട്ടികൾ കളിയിലേക്ക് ഇറങ്ങും. പിന്നീട് കലാരംഗത്ത്, വായന രംഗത്ത് ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിലുള്ള അധ്യാപകരും ഒക്കെ തന്നെ ശ്രമിക്കേണ്ടതും അതാണ്. ഒരു വിദ്യാലയത്തിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ തന്നെ പറയുന്നത്. എന്നാൽ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. വളരെയധികം കാലികമായ ഏറ്റവും കൂടുതൽ നമ്മുടെ നാടിനെ, നമ്മുടെ നാട്ടിൻ്റെ, നമ്മുടെ പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ അടക്കം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ, ആ ലഹരിയെക്കുറിച്ച് പറയാൻ ഈ പറഞ്ഞമാതിരി ഒരുപാട് കാര്യമുണ്ട്. അനുഭവത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് തന്നെ നമുക്ക് കൂടുതൽ ദൂഷ്യകരമായിട്ട് വരികയാണ്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായിട്ട് മറ്റ് രംഗങ്ങളിലേക്ക് എല്ലാവരെയും കൊണ്ടെത്തിക്കാനുള്ള ശ്രമകരമായ, ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ടൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരുടെ ഈ പല സ്ഥലത്ത് പോയിട്ടുള്ള ഇൻട്രഡക്ഷനെ കുറിച്ചൊക്കെ തന്നെ ഞാൻ കണ്ടു. അത് സംവാദങ്ങളെക്കുറിച്ച് ഞാൻ കേട്ടു. ആ സംവാദങ്ങളൊക്കെ തന്നെ നമുക്ക് എന്തായാലും കാണാം, കേൾക്കാം, ഇതൊക്കെ തന്നെയുണ്ട്. അതിലൊക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. നല്ലൊരാശയമാണ് ശ്രീകണ്ഠൻ നായർ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ. മാധ്യമധർമ്മം എന്താണ്? അനീതിക്കെതിരെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമുക്ക് ഹിതകരമല്ലാത്ത അത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നതാണ് മാധ്യമധർമ്മം. ആ ധർമ്മം ഏറ്റെടുത്തുകൊണ്ട് എത്തിച്ചേർന്ന ശ്രീകണ്ഠൻ നായരെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അതിനു മുമ്പേ എനിക്കും എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനും മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. ആദ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. യെസ്, അതിന് മുമ്പ് നമുക്ക് ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി കൂടി എത്തിയിട്ടുണ്ട്. ബാങ്കിൽ ഹനീഫ്, അദ്ദേഹത്തെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പാനൂരിൽ നടക്കുന്ന ഈ ചടങ്ങിനൊരു പ്രത്യേകത, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെയാണ് ഈ ശ്രീകണ്ഠൻ നായരുടെ സ്വീകരണ പരിപാടി നടക്കുന്നത് എന്നുള്ളതാണ്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ലത സംസാരിക്കും. നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിച്ചിട്ടുള്ള നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കൂത്തുപറമ്പ് MLA ആയിട്ടുള്ള KP മോഹനേട്ടൻ, നമ്മുടെ ഈ വലിയൊരു പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശ്രീകണ്ഠൻ നായർ, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, വലിയൊരു പോരാട്ടമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മളിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ രക്ഷിതാക്കളെ, അതേപോലെ തന്നെ സഹോദരങ്ങളെ എല്ലാവരെയും കൊല ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇവിടെ ഏറ്റെടുത്ത് നടത്തി വരുന്നത്. ഈ പോരാട്ടത്തിന് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമുക്ക് വിജയിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. താങ്ക് യു പ്രസിഡന്റ്. അടുത്തതായി SKN പാനൂർ നഗരസഭയുടെ ഒരു സ്നേഹാദരം അർപ്പിക്കലുണ്ട്. അത് MLA-യും മുനിസിപ്പൽ ചെയർമാനും കൂടി നിർവഹിക്കും. R. ശ്രീകണ്ഠൻ നായരെ പാനൂർ നഗരസഭ സ്നേഹാദരം അർപ്പിക്കുന്നു. താങ്ക് യു സർ. ഇനിയിപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നത് SKN എന്ത് പറയുന്നു എന്നല്ലേ? കേൾക്കണ്ടേ അല്ലേ? നിങ്ങൾ കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓവർ ടു SKN. നമ്മുടെ പോണ്ടിച്ചേരി കളിശാപ്പിൽ നിർവഹിക്കണം നിങ്ങൾ. ഓക്കെ. പ്രിയപ്പെട്ട പാനൂർ MLA ശ്രീ KP മോഹൻ, വേദിയിലുള്ള മറ്റ് പ്രമുഖരെ, നമ്മൾ ഈ യാത്ര ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ശബ്ദമൊക്കെ കുറച്ച് അടഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്തുന്നത് പൊതുപ്രവർത്തകരാണ്. ഈ 39-40 ഡിഗ്രി ചൂടിലൊക്കെ പൊതുപ്രവർത്തകർക്ക് പരിശീലനം കിട്ടിയതുപോലെയാണ് അവർ യാത്ര ചെയ്യുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ,
നിങ്ങൾക്കറിയുന്നത് പോലെ ഞാൻ രാവിലെ 7 മണിക്കൊക്കെ ഈ മോർണിംഗ് ഷോ ചെയ്യാനായിട്ട് ഫ്ലോറിൽ വരുമ്പോൾ എനിക്കറിയാം ഒരുപാട് വീട്ടമ്മമാർ അടുക്കളയിൽ ഈ അലുമിനിയം പാത്രങ്ങളുടെ ഇടയിലൊക്കെ മൊബൈൽ ഫോൺ വെച്ചിട്ട് ഈ വാർത്തയൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ഞാൻ അവർക്ക് എളുപ്പത്തിന് വേണ്ടി സെക്കൻഡ്സോടെ പറയും, 7 മണി കഴിഞ്ഞാൽ 28 മിനിറ്റും 32 സെക്കൻഡ്സും എന്ന് പറയും. കാര്യം അവർക്ക് 2 സെക്കൻഡ് പോലും നഷ്ടപ്പെടരുത്. വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോകേണ്ട വീട്ടമ്മമാർക്കും വീട്ടച്ഛന്മാർക്കും ഒക്കെ പ്രയോജനപ്രദമായ കാര്യങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ വരുമ്പം പോസിറ്റീവായ കാര്യങ്ങൾ പറയണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വരിക. എന്നാൽ എൻ്റെ ദുര്യോഗം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പാതിരാത്രിയിലായിരിക്കും കൊലപാതകങ്ങളൊക്കെ നടക്കുക. അപ്പോൾ കൊലപാതകങ്ങൾ മൊത്തമായിട്ട് വായിക്കേണ്ട കുത്തക ഞാൻ പിടിച്ചിരിക്കുക രാവിലെ. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കൊലപാതകങ്ങൾ കൂടുന്നു. ഈ വർഷത്തെ പുതുവർഷ പുലരി ഞാൻ ഓർമ്മിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 2025 പിറക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും യാ എന്നൊക്കെ പറഞ്ഞ് പറയാൻ വരുമ്പോഴാണ് തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത, 2 പിള്ളേർ ചേർന്ന് ഒരാളിനെ കൊലപ്പെടുത്തി. പുതുവത്സരം പിറന്നപ്പോൾ തന്നെ 2 കുട്ടികൾക്ക് തോന്നി ഒരാളെ കൊന്നുകളയാവുന്നു, അയാളെ കൊന്നു. അത് പിന്നെ ഗണപതിക്ക് വെച്ചോലെയായിരുന്നു, അതിൻ്റെ ഘോഷയാത്രയായിരുന്നു. ഒരു ദിവസം 7 മണിക്കും 9 മണിക്കും ഇടയിൽ 14 കൊലപാതകങ്ങൾ വായിച്ചു തീർത്തു. ക്ഷീണിച്ചു പോയി ഞാൻ. അപ്പോൾ ഈ നിങ്ങളൊന്ന് ആലോചിക്കാം, ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. ഒരാളിങ്ങനെ നമ്മൾ ഈ കൊലപ്പെടുത്തുന്ന സമയത്ത് ഈ റിപ്പോർട്ടറിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയും. അരുൺ പൂപ്പറമ്പയൊക്കെ പറയുന്നത് കേട്ടില്ലേ, ആദ്യം അയാളെ തലയ്ക്ക് ചുറ്റി കൊണ്ട് അടിച്ചു, അതിനുശേഷം. അപ്പോൾ ഇതെല്ലാം കേട്ട് എൻ്റെ മനസ്സൊക്കെ മരവിച്ചു. ഇന്നിനി പരിപാടി വേണ്ട, കലാപരിപാടി നിർത്താമെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ നമ്മുടെ വാർത്താ ഡെസ്കിലിരിക്കുമ്പോൾ നമ്മുടെ ഒരു സഹപ്രവർത്തകനോട് ചോദിച്ചു, ഇതെന്താടേ ഈ നാട്ടിൽ നടക്കുന്നത്? ഈ 14 കൊലപാതകങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും വേഗം നടക്കുന്നത്? ഇത് കൂടാതെ റോഡപകടങ്ങൾ വേറെയുണ്ട്, അല്ലാത്ത കൊലപാതകങ്ങളൊക്കെ വേറെയുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഈ വാർത്താ ചാനലുകളൊക്കെ സജീവമായതുകൊണ്ടായിരിക്കും ഇത്രയധികം കൊലപാതകങ്ങൾ വരുന്നതെന്ന്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചാനലുകൾ കൂടിയത് കൊണ്ടൊന്നും അല്ല. നമ്മുടെ നാട്ടിൽ 70 കൊലപാതകങ്ങൾ 2 മാസം നടന്നപ്പോൾ അതിൽ 30 കൊലപാതകങ്ങളും നടത്തിയത് MDMA ഉപയോഗിച്ച ആളുകളാണ്. MDMA എന്ന് പറയുന്ന രാസലഹരി. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം, കേരളത്തിൽ രാസലഹരി വളരെ വ്യാപകമായി ഒഴുകുകയാണിപ്പോൾ. കർണാടക സംസ്ഥാനത്തിലൊക്കെ പോയി നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ തന്നെ സ്നേഹിതന്മാർ പോയി ഇഷ്ടംപോലെ സംഭവം ഇങ്ങോട്ട് കൊണ്ടുവരിക. ഈ രാസലഹരി MDMA ഒക്കെ കഴിച്ച ആളുകൾ സാധാരണ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു മനോരോഗിയെ ശ്രദ്ധിക്കുക. അയാളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അയാളുടെ ബോധമണ്ഡലം തകർന്നു കാണും. അയാളുടെ മനസ്സും തലച്ചോറും തമ്മിലുള്ള ബന്ധം താറുമാറായി കാണും. നമ്മുടെ തലച്ചോറ് കമ്പ്യൂട്ടർ പോലെയാണ്. കമ്പ്യൂട്ടറിൻ്റെ CPU പോലെ പ്രവർത്തിക്കുന്നൊരു സാധനമാണ് ഈ തലച്ചോർ നൽകുന്ന സിഗ്നൽ പോയിന്റുകളിലാണ് നമ്മുടെ അവയവങ്ങളെല്ലാം പ്രവർത്തിക്കുക. ഈ സിഗ്നലുകളെല്ലാം കീഴ്മേൽ മറിയും, പല്ലുകളൊക്കെ ദ്രവിച്ചു തുടങ്ങും. ഒരു MDMA കഴിക്കുന്നവൻ അതിവേഗത്തിൽ മനോരോഗിയായിട്ട് മാറും. ഒരു 7 കൊല്ലത്തിനകം അവൻ മരിച്ചു പോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യം അറിയണം. സാധാരണ ടെലിവിഷൻ ചാനലുകൾ മത്സരമൊക്കെ കൂടുമ്പോൾ ടെലിവിഷൻ റേറ്റിംഗുകൾ കൂട്ടാനും ഒക്കെയാണ് ഇത്തരം കലാപരിപാടികൾ സംഘടിപ്പിക്കുക. എന്നാൽ ഈ വെയിലും കൊണ്ടിറങ്ങാനൊന്നും സാധാരണ AC റൂമിലൊക്കെ ഇരുന്ന് ഈ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ആളുകൾ അത്ര എളുപ്പം ഇറങ്ങി നടക്കത്തൊന്നുമില്ല, നിങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മുടെ 24-ൻ്റെ ഈ വാർത്താ ചാനലിൻ്റെ എയർ ടൈമിൽ 30% ഇപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിന് വിരുദ്ധമായിട്ടുള്ള പരിപാടികൾ സംപ്രേഷണം ചെയ്യാൻ മാത്രം ഉപയോഗിക്കുകയാണ്. യഥാർത്ഥത്തിൽ കോടികളാണ് കമ്പനിക്ക് ഈ രീതിയിൽ നഷ്ടം വരിക. റേറ്റിംഗൊക്കെ കുത്തനെ താഴും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറയുന്നത് കേൾക്കാൻ നമ്മുടെ നാട്ടിൽ ആർക്കാ താല്പര്യം? നമ്മുടെ നാട്ടിലെ ആളുകൾ വിചാരിക്കുന്നത് എൻ്റെ കുട്ടികളൊക്കെ പരമയോഗ്യന്മാരാണ്, മര്യാദരാമന്മാരാ, അവരുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്താണെന്നറിയോ, നിങ്ങളുടെ കുട്ടികളൊക്കെ ചിലപ്പം വളർത്തു ഗുണം കൊണ്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ തൊട്ട അയലത്തെ MDMA കൃത്യമായി കഴിക്കുന്ന ഒരുവൻ നട്ടപ്പാതിരാക്കിയ ദുസ്വപ്നം കാണും, അയലത്ത് താമസിക്കുന്നവൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റണമെന്ന്. നിങ്ങൾ പൊതുരംഗത്ത് പോകുമ്പോഴോ ബസ് സ്റ്റാൻഡിൽ പോകുമ്പോഴോ തിയേറ്ററിൽ പോകുമ്പോഴോ ഒക്കെ തന്നെ ചെറിയ കുട്ടികൾ കൊച്ചു പിച്ചാത്തിയുമായി അവിടെ കാണും. അവൻ്റെ മോഹം ഒന്നേ ഉള്ളൂ, എതിരെ നിൽക്കുന്നവൻ്റെ പള്ളയ്ക്ക് കത്തി കയറ്റണം. ഈ MDMA കഴിക്കുന്ന കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം, കാണുന്നവരെല്ലാം ശത്രുക്കളാണ്. സ്വന്തം അമ്മയെ, ഈയിടെ ഒരു അമ്മ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിക്കണം. അതായത് 12 വയസ്സുള്ള ഒരു മകൻ ഇവരോടൊപ്പം കിടന്നുറങ്ങാറുണ്ട്. പലപ്പോഴും അവൻ കാലുകളെടുത്ത് അമ്മയുടെ ദേഹത്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ ഇവൻ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അവൻ അറിയാതെ അമ്മയെ ഒരു സ്ത്രീയായി കാണാൻ തുടങ്ങുന്നു. നമുക്കതിൽ കൂടുതൽ ഇതിൽ ഒരു പൊതുവേദിയിൽ പറയാൻ കഴിയില്ല. അതുപോലെ മകൻ അമ്മയെ കൊലപ്പെടുത്തുന്നു. ഒരു മകൻ അമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ കാരണം കേട്ടപ്പോൾ നമ്മൾ അമ്പരന്നു പോയി വാർത്താമുറിയിൽ.
അതായത് അവൻ പറഞ്ഞ ഒരു കാരണം, എന്നെ എന്തിനു ജനിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത്. അതിന് പ്രതികാരം ചെയ്തത് അമ്മയെ കൊലപ്പെടുത്തിക്കൊണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന അമ്മയെ കഴുത്തി ഞെരിച്ച് കൊലപ്പെടുത്തുക, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ സംഭവമായിരിക്കുന്നു. നമ്മുടെ ഈ വരാന്തകളിലും സ്കൂൾ പള്ളിക്കൂടങ്ങളുടെ വരാന്തകളിലും കോളേജുകളുടെ വരാന്തകളിലുമൊക്കെ ഈ അതുപോലുള്ള ചോക്ലേറ്റ് ഇങ്ങനെ മിഠായികളിൽ ലഹരി കലർത്തി ആളുകൾ ചെല്ലുന്നു. ചെറിയ കുട്ടികളെ തന്നെ കൈയോടെ പിടികൂടുക എന്നതാണ്. ഞങ്ങൾ ഈ അടുത്തിടെ നമ്മുടെ വയനാട്ടിൽ പോയി ഒരു പള്ളിക്കടുത്ത് ചെന്നപ്പോൾ ഈ കർണാടകത്തിൻ്റെ ബോർഡറാണത്. ആ ബോർഡറിൽ നമ്മൾ കണ്ട കാഴ്ച, ഒരുപാട് ആളുകൾ അവിടുത്തെ കാടുകൾ വഴി 8 10 ഊടുവഴികൾ വഴി കർണാടകത്തിൽ നിന്ന് ഈ രാസലഹരി കേരളത്തിലേക്ക് കൊണ്ടുവരിക. ഞങ്ങളോട് തന്നെ ഒരുവൻ പറയുന്നു, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാമെങ്കിൽ നല്ല സാധനം ഞാൻ ഇപ്പോൾ എത്തിച്ചു തരാമെന്ന് പറയുന്നു. ഞങ്ങളിതിനെ പ്രചാരണം നടത്താൻ ചെന്നവരാണ്. ഞങ്ങളോട് തന്നെ ഇതാ പറയുന്നത്. ഞാൻ അവിടുത്തെ എക്സൈസുകാരോട് സംസാരിച്ചു. അവർ പറയുന്നു, ഈ വനത്തിനുള്ളിലൂടെ ഊടുവഴികൾ വഴി ഇവർ കണ്ടെത്തുകയാണ്, പണമുണ്ടാക്കുക. ഇതിൽ പല ആളുകളും നമ്മളെ ഞെട്ടിക്കുന്ന കാര്യം, ഈ കേരളത്തിലേക്ക് രാസലഹരി കടത്തിക്കൊണ്ടുവരുന്ന പല മലയാളികളും ഇത് ഉപയോഗിക്കുന്ന ആളുകളല്ല. അവർക്കിത് പണമുണ്ടാക്കാനുള്ള ആർത്തിമുത്ത് വട്ടായ ആളുകളാണ്. 30 ലക്ഷം രൂപ ചിലവാക്കിയാൽ 30 കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും സൂത്രത്തിലുള്ളൊരു കച്ചവടമാണ് ഈ മാരകമായ രാസലഹരി. നിങ്ങൾ അറിയണം, ഒരു കുട്ടി ഇത് കഴിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് വീട്ടിൽ വരുമ്പോൾ മനസ്സിലാകത്തില്ല. കാരണം ഇതിന് ഗന്ധമൊന്നുമില്ല. പഞ്ചസാരയുടെ ഏതാണ്ട് തരി പോലെ വെളുത്തിരിക്കുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഈ നഖത്തിൻ്റെ അടിയിൽ പോലും വെച്ചും കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണ് ഈ MDMA. നമുക്ക് അറിഞ്ഞോ അറിയാതെ നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതായത് നമ്മൾ കുറച്ച് താമസിച്ചു പോയി ഇത് മനസ്സിലാക്കാൻ. നമ്മുടെ എക്സൈസും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിശക്തമായിട്ട് ഇപ്പോൾ റെയ്ഡുകൾ നടത്തുന്നുണ്ട്. പലവൻ്റെയും കോട്ടക്കൊത്തളങ്ങൾ അവൻ കടന്നു ചെല്ലുന്നു. ഈ സ്കൂളിൻ്റെ അധികൃതരോട് എനിക്ക് പറയാനുള്ളത്, മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കേണ്ട എന്നാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി MDMA പോലെ രാസലഹരിക്ക് അടിമയായാൽ ഇവിടേക്ക് എക്സൈസ് റെയ്ഡുമായി കടന്നു വന്നാൽ ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ ഇവിടെ ചെല്ലും എന്ന് നിങ്ങൾ ആലോചിക്കണം. കരുതൽ വേണം, കാവൽ വേണം കുട്ടികൾക്ക്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളിൽ അയച്ചാൽ നമ്മൾ സ്കൂളിലെത്തി കാര്യങ്ങൾ പരിശോധിക്കും. പക്ഷേ ഇവിടെയോ നമുക്ക് വഴി പിഴച്ചു. ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ ചെവിക്കൊന്ന് നുള്ളിയാൽ, ശാസനാരൂപത്തിൽ 2 വർത്തമാനം പറഞ്ഞാൽ അധ്യാപകനെതിരെ FIR ഇട്ട് കേസ് കൊടുപ്പിച്ച് അയാളെ കോടതി കയറ്റാൻ താല്പര്യം കാണിച്ച മാതാപിതാക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഇന്നെന്താ സംഭവിച്ചത്? കേരള ഹൈക്കോടതി തന്നെ പറഞ്ഞു, ചൂരൽ കയ്യിലെടുക്കാൻ പറഞ്ഞു. അധ്യാപകൻ ചൂരൽ എപ്പോൾ താഴെ വെച്ചോ അപ്പം തുടങ്ങി ഈ നാടിൻ്റെ അപജയം. നമ്മളൊക്കെ ഇങ്ങനെ നേരെ ഈ 40 കൊല്ലമായിട്ട് മാധ്യമരംഗത്ത് നിൽക്കുന്നുവെങ്കിൽ ഏതോ ഒരു അധ്യാപകൻ നമ്മുടെ ഊരെ നോക്കി അടിച്ചതിൻ്റെ ഗുണമാണ്, അല്ലെങ്കിൽ നമ്മളും വഴിതിരിഞ്ഞു പോയതിന്. അപ്പോൾ സമയാസമയങ്ങളിൽ ഇടപെടേണ്ട അധ്യാപകനെ നമ്മൾ നിർജീവമാക്കി. അതുപോലെ കുട്ടികൾ ഏതെങ്കിലും നമ്മൾ കോവിഡ് കാലം നമുക്ക് ഓർമ്മയുണ്ട്. കോവിഡ് കാലത്ത് കുട്ടികൾക്ക് നമ്മൾ സ്മാർട്ട് ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അവർ മുറിക്കുള്ളിൽ കയറി കഥകടച്ചിരുന്നു. 16-18 മണിക്കൂറും കുട്ടി മുറിക്കുള്ളിൽ എന്താ ചെയ്യുന്നത് പോലും അറിയുന്നില്ല. വീട്ടിലെ ഭരണം മുഴുവൻ വാട്സപ്പ് ഏറ്റെടുത്തു. തൊട്ടടുത്ത മുറിയിൽ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്ന കുഞ്ഞിന് വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാൻ കഞ്ഞി കുടിക്കാൻ വന്നോളൂ എന്ന്. അപ്പോൾ അങ്ങനെ അത് വീട്ടിൽ സ്നേഹം എന്ന് പറയുന്നൊരു സാധനമില്ല. കുട്ടിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികളുടെ ഫ്രീ ടൈം ചിലവാക്കാൻ കഴിയുന്നില്ല. കളിക്കളങ്ങളൊക്കെ നമ്മൾ അടച്ചിട്ടു. കോവിഡിന് ശേഷം നിങ്ങൾ വിശ്വസിച്ചോളൂ, കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇത് വേരോടെ നമുക്ക് പിഴുതെറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ അത്യാഹിതങ്ങളും അപകടമരണങ്ങളും മാത്രമല്ല, വളർന്നു വരുന്നൊരു പുതിയ തലമുറ ആ അകാലത്തിലെ നശിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു യാത്ര കാസർഗോഡ് അവസാനിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മഹാസമ്മേളനം കോഴിക്കോട് നടക്കുന്നുണ്ട് 20-ാം തീയതി വൈകുന്നേരം 4 മണിക്ക്. നിങ്ങൾ വരണം. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾക്കറിയുന്നത് പോലെ ഇത്തരം രാസലഹരികളും കഞ്ചാവുമെല്ലാം കേരളത്തിലേക്ക് കടത്തുന്നതിൻ്റെ പിന്നിൽ അന്തർദേശീയ മാഫിയ ശൃംഖലകളുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനപ്പുറം നമ്മുടെ മലയാളികളിൽ ഭൂരിപക്ഷം ആളുകളാണ് ഇത് കടത്തിക്കൊണ്ടുവരുന്നത്. അവൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ ബോംബിട്ട് തകർക്കണം നമുക്ക്. കാരണം ഈ കുട്ടികളെ, പുതിയ തലമുറയെ കശാപ്പ് ചെയ്യുന്ന ഈ രാസലഹരി ഒരു വിഷമവുമില്ലാതെ, ഒരു നിരാശാബോധവുമില്ലാതെ കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നവർ ഞെട്ടണം. കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒരേ ശബ്ദത്തിൽ ഇരമ്പിയാർക്കുന്ന കടലിൻ്റെ വേഗത്തെക്കാളും ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA കടത്തുന്ന നരാധമനും കേരളം വിട്ടുപോകുന്നത് വരെ നമ്മൾ വിശ്രമിക്കില്ല. കാരണം കേരളം എന്ന് പറയുന്ന ഈ പച്ചപ്പുള്ള മണ്ണ്, 44 നദികൾ ഒഴുകുന്ന ഈ മണ്ണ്, 365 ദിവസവും കൃഷി ഇറക്കുന്ന മണ്ണ്, വിദേശത്തു നിന്ന് വരുന്ന സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന ഈ നാട് മയക്കുമരുന്നിൽ മൂക്കുകുത്തി വീഴാൻ പാടില്ല. ഈ പരിപാടി നമ്മൾ തിരുവനന്തപുരത്ത് ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രിയുമായി ഞാനൊരു ലൈവായിട്ടൊരു അഭിമുഖം നടത്തിയിരുന്നു. നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു, ഈ പരിപാടി 30 ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങളൊരു റിപ്പോർട്ട് തയ്യാറാക്കി തരും. ആ റിപ്പോർട്ടിന് 2 ഭാഗം ഉണ്ടാകും.
ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവരെയും കാണിക്കാവുന്നത്. മറ്റൊരു ഭാഗം ആരാണ് കേരളത്തിൽ ഇത്തരം ലഹരികൾ കടത്തിക്കൊണ്ടുവരുന്നത്, എവിടെയാണ് ആ ഉറവിടം, എന്താണ് ചെയ്യേണ്ടത്, ഇതിനെ ആരെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടോ, അവൻ്റെ കളർ ചിത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാന ഇൻ്റലിജൻസ് പോലെയുള്ള ആളുകൾ ചെയ്യുന്ന റിപ്പോർട്ടിംഗ് രീതിയിൽ ഞങ്ങളൊരു ബൃഹത്തായ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കും. തിരുവനന്തപുരത്ത് വി ഡി സതീശൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്നൊരു ചടങ്ങിൽ ഈ റിപ്പോർട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. മുഖ്യമന്ത്രിയോട് നമ്മൾ പറഞ്ഞത് കോവിഡിന് ശേഷം സംസ്ഥാന ഭരണത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഏത് എന്നൊരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക. നിങ്ങൾക്കറിയേണ്ട കാര്യം, ഇന്ന് ശരാശരി 600-700 ആളുകൾ ഈ രാസലഹരിക്ക് അടിപ്പെടുന്നുണ്ട്. കുട്ടികൾ ഈ അടുത്തിടെ ഒരു കണക്ക് വന്നു, നമ്മുടെ പോലീസുകാരിൽ നിന്ന് വന്ന കണക്കാണ്. 600 കേസ് എടുത്തപ്പോൾ അതിൽ 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, അതിൽ 17% പെൺകുട്ടികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താണ്. നമ്മൾ കാട്ടാക്കടയിൽ ഒരു പഞ്ചായത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിക്കൂട വരാന്തയിൽ കൂളെന്നൊരു മിഠായി ഉണ്ട്. പത്തനംതിട്ട ചെല്ലുമ്പോഴും കൂൾ മിഠായി കാണുന്നു, കണ്ണൂർ ജില്ലയിൽ ഇറങ്ങുമ്പോഴും കൂൾ മിഠായി കാണുന്നു. അപ്പോൾ സംസ്ഥാന വ്യാപകമായി ഇത് ഈ ശൃംഖല വ്യാപകമായി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ ഉറവിടങ്ങളൊക്കെ തകർക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കരായ പോലീസ് ഓഫീസേഴ്സിന് അത് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അത് തകർത്താലും അതായത് ഈ ലഹരിക്ക് അടിമയായി പോയ കുട്ടികളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. ഈ യാത്രക്കിടയിൽ ചില ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഞാൻ പോയി. അവിടെ 18, 16, 19 വയസ്സുള്ള കുട്ടികളൊക്കെ തന്നെ ഈ മാരകമായ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം തകർന്ന തരിപ്പണമായി ഏകാന്തമായ സെല്ലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഞാൻ ആലത്തൂർ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷൻ എന്നത് ഖ്യാതി നേടിയ പോലീസ് സ്റ്റേഷനാണ് ആലത്തൂരിലുള്ളത്. ഈ ആലത്തൂരിലെ സർക്കിൾ ഇൻസ്പെക്ടർ പറയുമായിരുന്നു, ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി MDMAക്ക് അടിമയാകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല CA എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങേക്ക് 7ാം ക്ലാസ്സിനെ കുറിച്ചല്ലേ അറിയാവുന്നത്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കെതിരെ നമ്മളിവിടെ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പ്രായം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 9 വയസ്സ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഈ പാഷാണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, കോഴിക്കോട് താമരശ്ശേരിയിൽ ഒരു MDMA കവറിൽ കൊണ്ട് നടന്ന ഒരാളെ പോലീസ് പിടിച്ചപ്പോൾ ഈ കള്ളൻ അതങ്ങ് വിഴുങ്ങിയപ്പോൾ ആമാശയത്തിലെ കവറ് പൊട്ടിയിട്ട് അയാൾ മരിച്ചുപോയി. എന്നുവെച്ചാൽ ആമാശയത്തിൽ ഒരു കവറ് പൊട്ടിയാൽ മരിച്ചു പോകുന്ന അത്രയും മാരകമായ പാഷാണമാണ് MDMA എന്ന് പറയുന്നത്. ബ്രൗൺ ഷുഗറും കൊക്കൈനും കഞ്ചാവും ഒക്കെ കേരളത്തിലേക്ക് കടത്തുകയാണ്. കലാരംഗത്തും സംഗീത രംഗത്തും ഒക്കെ തന്നെ ഇതിന് അഡിക്റ്റായ ആളുകളുണ്ട്. ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഒരു നട്ടാ കുരുക്കാത്ത നുണ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങളുടെ അഭിനയശേഷി മുഴുവൻ പുറത്തെടുക്കണമെങ്കിൽ കഞ്ചാവ് പോലെയുള്ള സാധനം ഇങ്ങോട്ട് കടത്തിയാൽ തലച്ചോറങ്ങ് ഷാർപ്പാവുമെന്നാണ് പറയുന്നത്. ലോകത്തൊരു സ്ഥലത്തും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതേപോലെ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ചില ഡോക്ടേഴ്സ്, പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾ, ഇവരൊക്കെ തന്നെ പറയുന്നത് സർജറിക്ക് പ്രിസിഷൻ വേണമെങ്കിൽ, കൃത്യത വേണമെങ്കിൽ നമ്മൾ ഈ കഞ്ചാവ് വലിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് കുട്ടിക്കാലത്തെ കുട്ടികളിൽ ഒരു ആവേശമുണ്ടാക്കി ഇത് അപകടമുണ്ടാക്കുന്നു. നമുക്ക് നമ്മുടെ കുട്ടികളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല, നമ്മുടെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ സ്കൂളിലുള്ള അധ്യാപകർ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ക്ലാസ് മുറിയിലും കുട്ടിയിലുണ്ടാകുന്ന ഭാവമാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. 3 ടീച്ചറും മോണിറ്ററും PTA പ്രതിനിധി എല്ലാം അടങ്ങുന്നൊരു കമ്മിറ്റി നിയന്ത്രിക്കണം. കാരണം നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളാണ് ഇവരുടെ ഏറ്റവും വലിയ ടാർഗറ്റ്. എനിക്ക് ഓരോ കുട്ടിയെ ഒരു സെല്ലിൽ കണ്ട ഒരു കുട്ടി, ഞാനിങ്ങനെ അവനോട് ചോദിച്ചു, എന്താ മോനെ പേരെന്നൊന്ന് ചോദിച്ചു. അവൻ ഈ MDMA അഡിക്റ്റാണ്, അവനവിടെ കിടക്കുക. അവൻ പെട്ടെന്ന് ജഗതിനെ അവൻ്റെ കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അകാലത്തിലെ നമ്മൾ നല്ല ഒരു ഭ്രാന്തനെ കാണുന്ന പോലെ ഒരു ഫീലാണ് അവന്. ഞാൻ ചോദിച്ചു ഡോക്ടറോട് അവൻ്റെ അവസ്ഥ എന്താകും എന്ന് പറഞ്ഞു. ഒന്നും പറയാൻ കഴിയില്ല, ചിലപ്പോൾ ഇവൻ അകാലത്തിലെ മരിച്ചു പോകും എന്നും ആ ഡോക്ടറിനോട് സൂചിപ്പിച്ചു. ഇപ്പം നിങ്ങൾക്കറിയാം, അണുകുടുംബ സംവിധാനത്തിൽ 1-1.5 കുഞ്ഞുങ്ങളെ നമുക്കുള്ളൂ. ആ കുട്ടികളെ കൂടി നഷ്ടപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം നമുക്കുണ്ട്. ഇതൊരു സർക്കാർ വിചാരിച്ചാലോ, ഒരു പ്രതിപക്ഷം വിചാരിച്ചാലോ, ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വിചാരിച്ചാലോ, അല്ലെങ്കിൽ പോലീസ് വിചാരിച്ചാലോ മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മളെല്ലാവരും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ വീടുകളിൽ സ്നേഹമെന്നൊരു സാധനം വേണം. നമ്മുടെ കളിക്കിടങ്ങനെ തുറന്നു കൊടുക്കണം. പിള്ളേർക്ക് നാടകം കളിക്കാൻ താല്പര്യം അങ്ങോട്ട് വിടണം. നമ്മുടെ കുട്ടികൾക്ക് സിനിമ അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിടണം. നമ്മൾ ഒരിക്കലും രക്ഷകർത്താക്കൾ അവരുടെ അഭിരുചി മാത്രം കുട്ടികളിൽ കുത്തിവെക്കുന്നത് അതിൻ്റെ കാലം പോയി. ഞാൻ പറയുന്നത്, ഈ രാസലഹരിക്ക് ഈ കുട്ടികൾ അടിപ്പെടുമ്പോൾ രക്ഷകർത്താക്കൾ മാറി നിന്നാലുള്ള പ്രശ്നം, വൈകുന്നേരം ഒരു വീട്ടമ്മ പറയുകയായിരുന്നു, പുറത്ത് കുട്ടികളുമായി കളിക്കാൻ പോയ ഒരു ചെറിയ പയ്യൻ കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ അകത്തെ മുറിയിരിക്കുന്ന അമ്മയ്ക്ക് വല്ലാത്ത പേടിയാണ്. കാരണം കൊലക്കത്തിയുമായിട്ട് അവൻ കയറി വരുമോ എന്ന ഭയം. ഇത് ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. വീട്ടിൽ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങുന്ന മകൻ
കത്തിയുമായി ചാടി വീഴുമെന്ന് ഭയന്നുറങ്ങുന്ന അമ്മമാരുടെ കണ്ണുനീർ. ആറന്മുള ക്ഷേത്രനടയിൽ നിന്ന് ഒരു വീട്ടമ്മ ആകാശമുട്ടെ വിളിച്ചു പറഞ്ഞു, എന്നെ രക്ഷിക്കണമെന്ന്. കാരണം ആ വീടുകളിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീടുകളിലോ MDMA കഴിക്കുന്ന ആരോഗ്യമുണ്ട്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കേരളത്തിലുടനീളം ഈ പ്രശ്നവുമായി സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വാർത്താ സംഘത്തിന് ഒരു കാര്യം മനസ്സിലായി. കേരളത്തിലെ ഒരു ഗ്രാമം പോലും ഇതിൽ നിന്ന് മുക്തമല്ല. ഒന്നുകിൽ രാസലഹരി കഴിക്കുന്ന ആളുകൾ അവിടെയുണ്ട്, അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ വിൽപ്പനക്കാരുണ്ട്. അപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ആഴത്തിൽ വേരോടാൻ ശ്രമിക്കുന്ന വലിയൊരു ശൃംഖലയാണ് നമുക്ക് വേരോടെ പിഴുതെറിയേണ്ടത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് തിരക്ക് ജീവിതത്തിലുള്ളവരായിരിക്കും. മലയാളികൾ ഒരുപാട് തിരക്കുകൾ ഭാവിക്കുന്നവരാണ്, എനിക്കറിയാം. ഒരു കാര്യമില്ലെങ്കിലും ബിസിയാന്ന് പറയും, ഫോണിലൊക്കെ പറയും. ഇപ്പോൾ എവിടെയുണ്ട്? ബിസിയാ. എന്തോ ബിസി? ഇയാളാകെ എവിടെ ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറാൻ പോകുമായിരിക്കും. അതായിരിക്കും ഇവിടെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസി. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ KP മോഹൻ അദ്ദേഹം മിനിസ്റ്ററായിരുന്നു, അദ്ദേഹം പറയുമല്ലോ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ തിരക്ക് ഭാവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് സമയം പോകരുത്, സമയം നഷ്ടപ്പെടുത്തരുത്. ഇനി ഒരു മിനിറ്റ് പോലും നമുക്ക് ബാക്കിയില്ല. നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം ആളുകൾ വിളിച്ചു പറയുന്ന ഒരു സംഭവം, അതായത് ഈ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിങ്ങൾ തിരക്കാവരുത്, നിങ്ങൾ അങ്ങോട്ട് വരണം. അപ്പോൾ എനിക്ക് കല്യാണത്തിന് പോകാനുണ്ട്. കല്യാണമൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് സ്വൈര്യമായൊരു ജീവിതം നടക്കണ്ടേ? സ്വാസ്ഥ്യം കെടുത്തുന്ന ഒരു സാമൂഹിക സാഹചര്യം നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെയോ ചിന്തിക്കുന്നത് പോലെയോ ഞങ്ങൾ 3% മാത്രമുണ്ടെന്ന് പ്രതീക്ഷ, ഈ കാര്യം 300% ഉണ്ടെന്ന് ഞാനിപ്പോൾ വിളിച്ചു പറയും. ഞാനൊക്കെ ഞെട്ടിയിരിക്കുക. കാരണം എൻ്റെ വാർത്താ മുറിയിൽ AC മുറിയിലിരുന്ന് വാർത്തകൾ വായിക്കുമ്പോൾ എൻ്റെ കേരളം ഇങ്ങനെയാണോ എന്ന് ഞാൻ ആലോചിച്ചു പോയി. എനിക്ക് മനസ്സിലാകുന്നില്ലേ കേരളം. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ പുസ്തകം എഴുതിയാലോ കാര്യം കേരളം മാറുകയാണ്. നമ്മൾ കണ്ട കേരളമല്ല. നമ്മുടെ ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ ആകാശത്ത് നോക്കുമ്പോൾ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഈ കേരളം, അതല്ല കേരളം. ഇപ്പോൾ ഈ ലഹരി പതയുന്ന കേരളം നമുക്ക് അന്യമാണ്, നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കോഴിക്കോട് വരണം. കോഴിക്കോട് വന്ന് നമ്മുടെ വർദ്ധിത ശക്തി കണ്ട്, നമ്മുടെ സംഘബലം കണ്ട് യുവമാരും ഞെട്ടണം. കോവിഡിന് ശേഷം പ്രളയത്തെ നമ്മൾ നേരിട്ടവരാണ്, കോവിഡിനെ നമ്മൾ നേരിട്ടവരാണ്. അത് സംഘശക്തി കൊണ്ടാണ്, പരസ്പരം കൈത്താങ്ങായ സാഹചര്യം കൊണ്ട് നമ്മൾ വലിയ പ്രതിസന്ധിയെ കടന്നവരാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. മലയാളി ഒരിക്കലും ചിന്തിക്കാത്തൊരു പ്രതിസന്ധിയിൽ നമ്മൾ മൂക്കുകുത്തി വീണിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രതിസന്ധി കടക്കാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കുക. നമുക്ക് അവിടെ ചെന്നിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് വിളിച്ചു പറയണം, എല്ലാ നരാധമന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളെ കുരുന്നുകളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ രാസലഹരി വിൽപ്പനക്കാരനെല്ലാവരും ഈ കേരളം വിട്ടുപോകണം, അല്ലെങ്കിൽ ഇവനെയൊക്കെ തുറുങ്കിലടയ്ക്കണം എന്ന് നമുക്ക് വിളിച്ചു പറയണം. നിങ്ങളെ എല്ലാവരും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് ഇനിയും കാണാം. നമ്മൾ അടുത്ത സ്ഥലം നാളെയും കൂടെ കണ്ണൂരിലാണ്. അടുത്ത ദിവസം നമ്മൾ കാസർഗോഡേക്ക് പോകും. പിന്നെ ഞായറാഴ്ച കോഴിക്കോട്. ഗുഡ് ബൈ. അപ്പോൾ ലഹരിക്കെതിരെയുള്ള കളരിയാണിത്. ഈ കളരിയിലേക്ക് നമുക്ക് കടക്കാം. CPI പ്രതിനിധി കൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് വിളിക്കുന്നു. ബാലൻ KK CPI അദ്ദേഹത്തെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലഹരി വിരുദ്ധ മോണോ ആക്ടിനായി ഏകാഭിനയത്തിനായി CK രമ്യ ടീച്ചർ ക്ഷണിക്കുന്നു. മാന്യ സദസ്സിന് വന്ദനം. നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. എനിക്കത് വേണം. എന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. പപ്പ അതെവിടെ കൊണ്ടൊളിപ്പിച്ചു വെച്ചാലും ഞാനത് കണ്ടെടുക്കും. പപ്പയുടെ മോളാ പറയുന്നേ, മീനാക്ഷിയാ പറയുന്നേ. എന്താ മോളെ ഇത്? തൃപ്തിയായില്ലേ മനുഷ്യ നിങ്ങൾക്ക്? ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ മോളെ നാട്ടിൽ നിർത്തി പഠിപ്പിക്കണ്ടോന്ന്. ഓ, അതെങ്ങനെയാ? ഈ വയസ്സത്തേക്ക് കൂട്ടിനൊരാള് വേണം പോലും. ചാകാ നേരം ഒരു തുള്ളി വെള്ളം കുടിച്ചോടെ എന്ന് കരുതിയാ ഞാൻ എന്റെ മോളെ നാട്ടിൽ നിർത്തിയത്. സന്തോഷായില്ലേ തള്ളേ നിങ്ങൾക്ക്? എന്റെ മോളെ മയക്കുമരുന്നിന് അടിമയാക്കിയിട്ട്. കൃഷ്ണ ഗുരുവായൂരപ്പ, എന്താ മോളെ നീ പറയണേ? കുട്ടിക്ക് എന്നിൽ നിന്നൊരു കയ്യവതോ സംഭവിച്ചിട്ടില്ല. കോളേജ് വിട്ട് വന്നാല് അവള് മുറിക്കകത്ത് തന്നെ തടഞ്ഞുകൂടിയിരിക്കും. കുട്ടി
പഠിക്കാത്ത ഞാൻ കരുതിയേ ഇടയ്ക്ക് അവളുടെ കൂടെ പഠിക്കുന്ന ആളാന്നും പറഞ്ഞ് കുറെ പേരിവിടെ വരാറുണ്ട്. അതെന്റെ കുട്ടീനെ വഴി തെറ്റിക്കാനാന്ന് ഞാൻ അറിഞ്ഞില്ല മോളെ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്നെ എന്തിനായി ഇങ്ങനെ തീറ്റിക്കണേ? എന്നെ അങ്ങ് കെട്ടിയെടുത്തോരോ. മുത്തശ്ശി 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 എന്തിനാ കാരനെ പറ മുത്തശ്ശി. പോ മുത്തശ്ശി. മുത്തശ്ശീൻ്റെ കൂടി ഞാൻ മുണ്ടൂല. മുത്തശ്ശിക്ക് ഞാൻ ചോക്ലേറ്റ് തരൂല. അല്ല, ഇവിടെ എന്താ ഒച്ചമ്പകളല്ലോ? അല്ല, നിങ്ങളെന്തിനപ്പ കരയണേ? എന്ത് പറയാനാ ആചാരെ, കുട്ടീനെ വഴി തെറ്റിച്ചത് ഞാനാന്ന ഇവള് പറയണേ. അല്ല, അത് നല്ല ശൈലി. അല്ലേലും ഓളോട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാവാ അപ്പ തലേക്കാരൂലേ? അല്ല, നിങ്ങളും കുറച്ചൊന്ന് ആലോചിക്കണ്ടേ? മാസാമാസം ഓളങ്ങന്ന് പൈസ അയക്കുമ്പോ അതെങ്ങനെയാ ചെലവാക്കുന്നതും കൂടി നോക്കണ്ടേ? ആ, അല്ല, നമ്മുടെ നമ്പൂരച്ഛൻ ഓടിക്കൊണ്ട് വരണേ. ശിവ ശിവ, നിങ്ങളുടെ മോളുടെ ഒരു കാര്യം. ആ കുട്ടിയതോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ബ്ലേഡ് കൊണ്ട് കൈ ഞരമ്പുകളൊക്കെ മുറിച്ച് ആ 3-ാം നിലയിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. വന്നോളൂ വന്നോളൂ, വേഗം അങ്ങോട്ട് വന്നോളൂ. എനിക്ക് ചാകണം, എനിക്ക് ചാകണം. എനിക്ക് ചാകണം. മോളെ വേണ്ട, മോളെ വേണ്ട, താഴെ ഇറങ്ങി വാ മോളെ, താഴെ ഇറങ്ങി വാ. അയ്യോ മോളെ വേണ്ട, മോളെ വേണ്ട, ഇങ്ങ് വാ മോളെ, ഇങ്ങ് വാ. ചേച്ചി, എനിക്ക് പേടിയാകുന്നു ചേച്ചി, വാ ചേച്ചി. ഇല്ല, എനിക്ക് ചാകണം, എനിക്ക് ചാകണം. ഈ മയക്കുമരുന്ന് റാക്കറ്റ് കോളേജ് ക്യാമ്പസ് വിട്ട് നമ്മുടെ കലാലയ മുറ്റമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കരുതിയിരിക്കുക, കല തന്നെ നമുക്ക് ലഹരിയാക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു. എല്ലാവരും കയ്യിൽ കൊടുക്കൂ. രമ്യ ടീച്ചർ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ലഹരിക്കെതിരായ ഏകാഭിനയം. CK രമ്യ ടീച്ചറാണ്, കൊളവല്ലൂർ LP സ്കൂളിലെ അധ്യാപികയാണ്. അപ്പോൾ നമുക്ക് ഈ ചടങ്ങ് ഔപചാരികമായി അവസാനിപ്പിക്കാനുള്ള സമയമാണ്. SKനെ കാണാൻ ഒരുപാട് ദൂരെ നിന്നൊക്കെ ഇവിടെ പല ആൾക്കാരും എത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ, സ്ഥിരം പ്രേക്ഷകരുണ്ട്. അതോടൊപ്പം പല വിദ്യാർത്ഥി കൂട്ടായ്മകളൊക്കെ ഇവിടെ ഉണ്ടെന്നറിയാം. നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങളെല്ലാം കാണും കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചടങ്ങൊന്ന് അവസാനിപ്പിക്കണം. നന്ദി പ്രകാശിപ്പിക്കാനായി സ്കൂൾ പ്രിൻസിപ്പൽ ശീതളകുമാരി ടീച്ചറെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ലഹരിയിൽ നിന്നും അക്രമത്തിൽ നിന്നും നമ്മുടെ യുവതലമുറയെ രക്ഷിക്കുന്നതിനായി ശ്രീകണ്ഠൻ സാർ നയിക്കുന്ന കേരള യാത്രക്ക് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ എല്ലാവർക്കും, അതോടൊപ്പം നല്ലവരായ നാട്ടുകാർക്കും, വിദ്യാർത്ഥിനികൾക്കും, അതോടൊപ്പം ശ്രീകണ്ഠൻ സാറിനും അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾക്ക് എല്ലാം അറിയാം, നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലഹരി വിരുദ്ധ സന്ദേശവുമായാണ്. നമ്മൾ വെറുതെ പോകരുത്, നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലി നമുക്ക് പിരിയാം. അപ്പോൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലാൻ ഇവിടെയുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് മുന്നോട്ട് വരിക. നമുക്ക് ഈ പ്രതിജ്ഞ ചൊല്ലിയ ശേഷം പിരിയാം. എൻ്റെ കേരളം, എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ
പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. കളരി കരാട്ടെ ഡാൻസ് ഇത് പെർഫോം ചെയ്ത ടീമിന്റെ ലീഡേഴ്സ് ഒന്ന് വേദിയിലേക്ക് വരിക. ഓരോരുത്തരും നമുക്ക് ആദ്യം ഉള്ളത് ദ്രോണാചാര്യ ഹിന്ദുസ്ഥാൻ കളരി സംഘം 6 മൈലാണ്. അതിന്റെ ഒരു ആ സംഘങ്ങൾ കുറച്ച് ആൾക്കാർ വരിക. നിങ്ങൾക്ക് നമ്മുടെ ഒരു സ്നേഹോപകരമാണ്, എല്ലാവർക്കും തരാം. തൽക്കാലം ആ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് 1-2 പേര് വേദിയിലേക്ക് വരിക. എല്ലാവർക്കും വന്ന് നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. SKന്റെ കയ്യിൽ നിന്നും 24ന്റെ സ്നേഹോപഹാരം ഏറ്റുവാങ്ങും. ടീമിൽ എല്ലാവർക്കും കപ്പ് തരാം. തൽക്കാലം നമുക്ക് ഒരു കപ്പ് കൊടുത്ത് നമ്മളത് ചെയ്യുകയാണ് കർമ്മം. അടുത്ത ടീമിനെ വിളിക്കുന്നു. സ്പോർട്സ് കരാത്തെ ദോ അക്കാഡമി ഓഫ് ഇന്ത്യ പാറാൽ. ആ ടീമിന്റെ പ്രതിനിധികൾ വരിക. പെർഫോം ചെയ്ത എല്ലാവർക്കും നമ്മുടെ ഒരു ഉപഹാരമുണ്ട്, നമ്മുടെ കപ്പുണ്ട്. SKN40യുടെ സ്പെഷ്യൽ കപ്പാണത്. താങ്ക് യു. അടുത്ത ടീം നൂപുരധ്വനി നടന കലാക്ഷേത്രം പാനൂർ. ആ ടീമിന്റെ പ്രതിനിധികൾ വരിക. മോണോ ആക്ട് അവതരിപ്പിച്ച CK രമ്യ ടീച്ചർ. CK രമ്യ ടീച്ചറും ഒപ്പം ഉണ്ടായത് മധ്യാവധിയാണെന്നോ അല്ലേ ടീച്ചറല്ലേ? രണ്ടുപേരും. താങ്ക് യു സോ മച്ച്. അപ്പൊ പെർഫോം ചെയ്ത പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, അദ്ദേഹത്തിന് നമ്മുടെ ഒരു സ്നേഹം അറിയിക്കുന്നു. നമ്മോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും SKN40 ഈ കേരള യാത്രയുടെ സ്നേഹോപഹാരം നൽകുകയാണ്. SKN40 ഈ യാത്രയുടെ അതിൻ്റെ തത്സമയ വിവരങ്ങൾ SKN40 എന്നൊരു സെപ്പറേറ്റ് യൂട്യൂബ് പേജ് ഉണ്ട്. 24 ന്യൂസ് എന്ന യൂട്യൂബ് പേജ്. അതല്ലാതെ SKN40 എന്ന യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിലെ തത്സമയ ദൃശ്യങ്ങൾ, ഓരോ ഇടങ്ങളിലും പോകുന്ന വിവരങ്ങളെല്ലാം ഇപ്പോൾ നമ്മളിവിടെ വന്നതുൾപ്പെടെ അതിൽ ലഭിക്കും. നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം. ജൂനിയർ ചേംബർ ഓഫ് ഇന്ത്യ JCI SKN പൊന്നാടി അണിയിക്കുകയാണ്.